നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സ്നേഹത്തിൻ്റെ പല മുഖങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. സ്നേഹം ഒരു മനുഷ്യജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ വികാരമാണ്. അതിന് പല മുഖങ്ങളും നിലകളുമുണ്ട്. ഓരോന്നും വ്യത്യസ്ത അനുഭവങ്ങൾ, പ്രതീക്ഷകൾ, പ്രതിബദ്ധതകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. സ്നേഹത്തിൻ്റെ വിവിധ മുഖങ്ങൾ ഏതൊക്കെ? കൗമാര സ്നേഹം രണ്ട് വ്യക്തികളുടെ ഇമോഷണൽ മനോഭാവപരവും റൊമാൻറ്റിക് ആയുമായിട്ടുള്ളൊരു ബന്ധമാണിത്. വിശ്വാസം, ആകർഷണം, ഉൾക്കൊള്ളൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം, കരുതൽ, ആശങ്ക, മാതാപിതാക്കൾ, കുട്ടികൾ, സഹോദരങ്ങൾ എന്നിവർക്കുള്ള തമ്മിലുള്ള സ്നേഹം, ഇവയെല്ലാം കുടുംബാംഗങ്ങളോടുള്ള സ്നേഹമാണ്, അഥവാ ഫാമിലി ലവ് ആണ്. സുഹൃത്തുക്കളോടുള്ള സ്നേഹം, സുഹൃത്ത് ബന്ധം, ആത്മാർത്ഥത, പിന്തുണ ഇവയെല്ലാം സുഹൃത്തുക്കളുമായിട്ട് ഉണ്ടായിരിക്കും. പരസ്പരം മനസ്സിലാക്കാനും സഹായിക്കാനും എല്ലാം പങ്കുവയ്ക്കാനും ഉള്ള മനസ്സ് അവർക്കുണ്ടാകും. സ്വകാര്യ സ്നേഹം, സെൽഫ് ലവ്, സ്വയം ആദരിക്കുക, പരിചരിക്കുക, വികാസത്തിന് ശ്രദ്ധ നൽകുക, ആത്മവിശ്വാസം, ആത്മസന്തോഷം, മാനസിക സുസ്ഥിരത എന്നിവ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ദൈവസ്നേഹം അല്ലെങ്കിൽ ആത്മീയ സ്നേഹം, ദൈവത്തോടുള്ള, സർവശക്തിയോടുള്ള, ആത്മീയതയോടുള്ള സ്നേഹമാണിത്. ആത്മാവിനെ ഉയർത്തുന്നതിലും അനുഭവങ്ങളിൽ ആശ്വാസം നൽകുന്നതിലും ഇത് സഹായിക്കുന്നു. കമ്പാഷനേറ്റ് ലവ്, അതായത് കരുണാ സ്നേഹം, മറ്റുള്ളവരോടുള്ള കാരുണ്യവും പരിഗണനയും സഹായവുമാണിത്. സമൂഹത്തിന്, പരിസ്ഥിതിക്ക്, മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള പ്രവർത്തിക്കൽ ആണിത്. ഓരോ മുഖവും ജീവിതത്തെ സമൃദ്ധവും സമാധാനപരവും ആക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ, പരിസ്ഥിതിയെ, സമൂഹത്തെ എന്നിവയെ സ്നേഹിക്കാനും കഴിയുന്നു. ആളുകളുടെ ആവശ്യങ്ങൾ, ദുഃഖം, സന്തോഷം എന്നിവ മുൻനിർത്തി പ്രവർത്തിക്കാൻ കഴിയുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, ഫലമോ തിരിച്ചടിയോ പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. തീർത്ഥത അല്ലെങ്കിൽ സ്ഥിരത, മനുഷ്യാവസ്ഥ, പരിസ്ഥിതി, സാഹചര്യങ്ങൾ മാറിയാലും നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള സ്നേഹമാണിത്. ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ എന്തൊക്കെ? ആത്മാവിൻ്റെ സമാധാനം, ആത്മവിശ്വാസം, ദീർഘകാല മാനസിക സമൃദ്ധി എന്നിവ ലഭ്യമാണ്. മറ്റുള്ളവരുമായി ആത്മാർത്ഥ ബന്ധങ്ങൾ വളർത്തുന്നു. സമൂഹത്തെയും മനുഷ്യാവസ്ഥയെയും മെച്ചപ്പെടുത്താൻ പ്രേരണ നൽകുന്നു. സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള മുഖം സ്വാർത്ഥതയില്ലാതെ കരുണ, സഹനശക്തി എന്നിവയോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കഴിയുന്നു. ഇത് മനസ്സിൻ്റെ ഉയർന്ന അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നിലനിർത്താൻ വേണ്ട അടിസ്ഥാന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങളുടെ വികാരങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കുക. സ്വാർത്ഥതയുടെ മൂല്യങ്ങൾ തിരിച്ചറിയുകയും അവ പരിഷ്കരിക്കുകയും ചെയ്യുക. മറ്റുള്ളവരുടെ ദുഃഖം, ദുരിതം നേരിട്ടും സഹനത്തോടെയും കാണുക. അപമാനം, പ്രത്യാഘാതം എന്നിവയെ ഭയപ്പെടാതെ പ്രവർത്തിക്കുക. മാനസിക സമാധാനം നിലനിർത്താൻ ധ്യാനം, പ്രാർത്ഥന എന്നിവ അഭ്യാസമാക്കുക. അഹങ്കാരം കുറയ്ക്കുകയും കരുണയെ വളർത്തുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ പിഴവ്, ദുഃഖം, സ്വഭാവം എളുപ്പത്തിൽ ആസ്വദിക്കാൻ കഴിയാത്ത സഹനം എന്നിവയൊക്കെ വളർത്തുകയും ചെയ്യും. ദീർഘകാലമായി സ്നേഹത്തിൻ്റെ ആഴം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. വാക്കിലും പ്രവർത്തനങ്ങളിലും ദയയും കരുണയും പാലിക്കുവാനും നിസ്വാർത്ഥമായ സ്നേഹം കൊടുക്കുവാനും സാധിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനായി ആദ്യമേ സ്വയം സ്നേഹിക്കുക. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും നിലനിർത്തണം. സ്നേഹത്തിൻ്റെ ആഴം നിലനിർത്താൻ സ്വയം ബോധം, ധൈര്യം, ധ്യാനം, സഹനശക്തി, കരുണ, സ്വയം പരിചരണം എന്ന സമന്വയം നിർണായകമാണ്. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.